നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. മരണം നമുക്കെല്ലാവർക്കും സുനിശ്ചിതമാണ്. എന്റെ ഈ സദസ്സിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. ഒരുപക്ഷെ യുക്തിവാദികൾ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടാകാം, നിരീശ്വരവാദികളുണ്ടാകാം. പക്ഷെ എല്ലാവരും ഉറപ്പിച്ച ഒരു നഗ്നസത്യമുണ്ട്, മരണമെന്ന യാഥാർത്ഥ്യം. നമ്മളൊക്കെ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നുള്ള യാഥാർത്ഥ്യം പരിപൂർണമായി നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്. ഒരാളും അതിൽ നിന്ന് മുക്തരല്ല. അള്ളാഹു നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരണം വരിക്കുവാൻ നാഥനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിന് ആത്മീയ നേതൃത്വം നൽകി ഇത്രയും നേരം മനോഹരമായി പ്രഭാഷണം നടത്തിയ, ദഅവത്ത് നടത്തിയ ബഹുവന്യരാകുന്ന ബാദുഷ ഉസ്താദ് അടക്കം നമ്മുടെ ഈ സദസ്സിന് ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടതാകുന്ന മഹല്ല് ചീഫ് ഇമാം സയ്യിദ് മുത്തുക്കോയ തങ്ങളടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കുമാറാവട്ടെ. ഈ സദസ്സിൽ എന്നെ കേൾക്കുന്നതാകുന്ന ധാരാളം ഉലമാക്കൾ ഈ സദസ്സിലുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണം. നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. ആദരവായ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാ ദിവസവും, ഓരോ ദിവസവും നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആദം സന്തതികളുടെ ചാരത്ത് വന്നുകൊണ്ട് ആ ദിവസം നമ്മളോട് കാര്യങ്ങൾ വിളിച്ചു പറയുമത്രേ. എല്ലാ ദിവസവും ആ ദിവസങ്ങൾ നമ്മളോട് വന്നുകൊണ്ട് സംവദിക്കുമെന്നാണ്, ചില കാര്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുമെന്നാണ്. പ്രഭാതം പൊട്ടി പുലരുമ്പോ ആ ദിവസം നമ്മളോട് വിളിച്ചു പറയും. എന്താണത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ യൗമുൻ ഇല്ലാ വയഅതി വയഖൂലു ലിഇബ്നി ആദം ഇന്നി യൗമുൻ ജദീദ് വഇന്നി അലാ മാ യഅമലു ഫിയ ശഹീദ് വഇന്നി ഇദാ ഗറബത്തി ശംസു ലം അർജി ഇലൈക്കും ബഅദ ഹാദൽ യൗം ഇലാ യൗമിൽ ഖിയാമ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാവരും ഒന്ന് രണ്ട് കയ്യൊന്ന് വർത്തിക്കുക, നോക്കട്ടെ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടോന്ന് ഇവിടെ. മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ അതല്ല വല്ല കടല ഉറച്ചുകൊണ്ടിരിക്കണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമിന്റെ സദസ്സാണ്, നല്ലതുപോലെ ശ്രദ്ധിച്ചു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ദീനിയായ കുറെ വശങ്ങൾ ഇൻഷാ അല്ലാഹ് സംസാരിച്ച് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഉപകാരപ്പെടും. നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളിൽ നിന്ന് ആകെ ആവശ്യപ്പെടുന്നത് ശ്രദ്ധ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൂലേ? ഉറക്കെ പറയുന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. قال رسول الله صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലൈസ യൗമുൻ ഇല്ലാ വയഅതി അല ഇബ്നി ആദം വയഖൂൽ. എല്ലാ ദിവസവും, എല്ലാ ദിവസങ്ങളും ആദം സന്തതികളുടെ ചാരത്ത് വന്നുകൊണ്ട് ആദം മക്കളോട് വിളിച്ചു പറയുമത്രേ, ആദം സന്തതികളോട് വിളിച്ചു പറയുമത്രേ, ഞാനിതാ നിനക്കൊരു പുതിയ ദിവസമാണ്, ഞാനിതാ നിന്നിലേക്ക് കടന്നു വരുന്നത് പുതിയ ദിവസമായിട്ടാണ്. തീർന്നില്ല. വഇന്നി അലാ മാ യഅമലു ഫിയ ശഹീദ്. നീ എന്നിൽ പ്രവർത്തിക്കുന്നതാകുന്ന സർവകാര്യങ്ങളും അത് നന്മയാകട്ടെ തിന്മയാകട്ടെ ഞാൻ സാക്ഷിയാണ്. വഇന്നി
അലാ മാ യഅമലു ഫിയ ഷഹീദ്. നീ എന്നിൽ പ്രവർത്തിക്കുന്നത് നീ നമസ്കരിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ടാണ്, നീ നമസ്കാരം നിലനിർത്തിക്കൊണ്ടാണ്, നീ നോമ്പുകൾ നോറ്റുകൊണ്ടാണ്, നീ സക്കാത്ത് കൊടുത്തുകൊണ്ടാണ്, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ടാണ്, നീ നിരാലംബര കവലമമായി കൊണ്ടാണ്, നീ നിരാശരക്കാശ്രിതനായി കൊണ്ടാണ്, നീ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ഭീമാപള്ളിയുടെ പരിസരത്തുള്ള പാവങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ആത്മീയതയുടെ വഴിത്താരയിലേക്ക്, നന്മയുടെ വഴിത്താരയിലേക്ക് നടന്നവനാണ് എങ്കിൽ ആ നന്മയിലും ഞാൻ ഷഹീദാണ്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്. ഭീമാ ഉമ്മയുടെ ഉറൂസ് വന്നിട്ട് പോലും ആ ഉറൂസിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണോ? അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കെതിരെ വാൾപോസിടാൻ തയ്യാറാവുന്നവനാണോ? മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് പാതിരാത്രി സമയങ്ങളിൽ നിശീതതയുടെ അലങ്കാരങ്ങളെ മാറ്റിമറിക്കുന്നവനാണോ? മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണുകളെ മഞ്ഞളിപ്പിക്കുന്നതാകുന്ന രാവുകളുമായി നീ തയ്യാറെടുക്കുന്നവനാണോ? അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് നിന്റെ കണ്ണുകളെ കൊണ്ടുപോകുന്നവനാണോ? അശ്ലീലമായ സംസാരം കേൾക്കുവാൻ വേണ്ടി, തന്റെ കാമുകന്റെ ഭാഷണം കേൾക്കുവാൻ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിലെ കാതുകളിലേക്ക് അടുപ്പിച്ചു വെച്ചവളാണോ? നേരം വെളുക്കുന്നവർ അന്യരാകുന്ന പരപുരുഷന്മാരുമായി മോശപ്പെട്ട സംസാരം നടത്തിയവനാണോ? വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്. നീ എന്നിൽ പ്രവർത്തിക്കുന്ന എന്ത് കാര്യം, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അതെല്ലാം ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷിയാണ്. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ നിനക്കെതിരായി ഞാൻ സാക്ഷിപത്രമായി നിലകൊള്ളുമേ എന്ന് ഓരോ ദിവസം മനുഷ്യനോട് പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും ആ ദിവസങ്ങൾ നമ്മളോട് പറയുന്ന കാര്യം പ്രവാചകൻ പഠിപ്പിക്കാൻ തീർന്നില്ല. ഇനി പറയുന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധം. വഇന്നി ഇദാ ഗറബത്തിശ് ശംസു വഇന്നി ഇദാ ഗറബത്തിശ് ശംസു ലം അർജി ഇലൈക്കും ബഅദ ഹാദൽ യൗം ഇലാ യൗമിൽ ഖിയാമ. അല്ലയോ ആദമിന്റെ മക്കളെ, ആദമ സന്തതികളെ, അവിടെ മുസ്ലിം എന്നല്ല വിളിക്കുന്നത്, അവിടെ നിരീശ്വരവാദി എന്നല്ല വിളിക്കുന്നത്. എല്ലാവർക്കും സമമാണ്, എല്ലാ മനുഷ്യർക്കും സമമാണ്, എല്ലാ ജീവജാലങ്ങൾക്കും സമമാണ്. ആദം സന്തതികളെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആ ദിവസം വിളിച്ചുകൊണ്ട് പറയുകയാണ്, വൈദാ ഗറബത്തിശ് ശംസു. ഈ സൂര്യനെങ്ങാണം അസ്തമിച്ചു കഴിഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കലണ്ടറിന്റെ ദിവസം തുടങ്ങുന്നത് മഗ്രിബ് മുതൽക്കാണ്. ഒരു ദിവസത്തിന്റെ മഗ്രിബ് മുതൽക്ക് അടുത്ത ദിവസത്തിന്റെ മഗ്രിബ് വരെയാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ ടൈം ടേബിൾ. ചന്ദ്രവർഷം നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുന്നത്, മഗ്രിബ് മുതൽക്ക്. അതാണ് പിറ കാണുന്നത് നമ്മൾ നോക്കി നിൽക്കുന്നത്. റമളാനും പെരുന്നാളിനും ഒക്കെ പിറ ദർശനമാകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത്, കടപ്പുറത്ത് പോയി നോക്കി നിൽക്കുന്നത്. എന്തിനു വേണ്ടി? ചന്ദ്രവർഷപ്രകാരം നമ്മുടെ ടൈം ടേബിൾ മുസ്ലിമീങ്ങൾ കണക്കാക്കുന്നത് എങ്ങനെ? ദിവസത്തെ മഗ്രിബ് മുതൽക്ക് അടുത്ത ദിവസത്തിന്റെ മഗ്രിബ് വരെ, അതാണ് ദിവസം കണക്കാക്കുക. അതാണ് നമ്മുടെ ദിവസം. അതേ സമയത്ത് പാശ്ചാത്യരുടെ ശൈലിയിൽ ഇംഗ്ലീഷ് മാസം നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? രാത്രിയിൽ 12 മണി മുതൽ, ഏകദേശം ഇപ്പൊ ആകാറായിട്ടുണ്ട്. അങ്ങനെ 12, ഇന്നിപ്പോ 24 ഡേറ്റ്, അവരുടെ ഡേറ്റിൽ 24, 25 വരുന്നത് എങ്ങനെയാണ്? ഈ 12 മുതൽക്ക് അടുത്ത ദിവസം പിറ്റേ ദിവസം രാത്രി 12 മണി വരെ, അതാണ് ടൈം. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വ്യക്തമായി കാഴ്ചപ്പാട് നൽകുന്നു ചന്ദ്രവർഷത്തിന്റെ വിഷയം വെച്ചിട്ട്. ഈ സൂര്യനങ്ങ് അസ്തമിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ദിവസം അങ്ങ് കഴിഞ്ഞാൽ, ലം അർജി ഇലൈക്കും ബഅദ ഹാദൽ യൗം ഇലാ യൗമിൽ ഖിയാമ. ഇനി ലോകാവസാനം വരെ എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല, എന്നെ നിങ്ങൾക്ക് അമൽ ചെയ്യാൻ കിട്ടുകയില്ല. കിട്ടുമോ എന്ന് ചിന്തിച്ചു നോക്ക്.
നമുക്കിപ്പോ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഒരു സമയം, ഇത് നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ്, കനപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക എപ്പോഴാണ്? ഈ സമയം, ഇപ്പോൾ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം നമുക്കിനി ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു കിട്ടൂല. 24 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഡേറ്റ് ആകട്ടെ, അറബി ഡേറ്റ് എടുത്തു നോക്കട്ടെ, ഈ ഒരു ഡേറ്റിന് നമ്മുടെ ജീവിതത്തിലേക്ക് 2021 ഈ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരൂല, ഇനി ഒരിക്കലും വരൂല. ഇനി അടുത്ത ദിവസം വേറൊരു പ്രഭാതമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമയവും ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ദിവസങ്ങൾ വിളിച്ചു പറയുന്നത്, വഇന്നി ഇദാ ഗുർബത്തി ശംസു ലം അർജി ഇലൈക്കും ബഅദ ഹാദൽ യൗമി ഇലാ യൗമിൽ ഖിയാമ. ലോകാവസാനം വരെ ഇനി ഒരിക്കലും എന്നെ നിങ്ങൾക്ക് അമൽ ചെയ്യാൻ കിട്ടൂല. അതുകൊണ്ട് ശ്രദ്ധിച്ചോ എന്ന് ദിവസങ്ങൾ ഓരോ ആദം സന്തതികളുടെ അടുക്കൽ വന്ന് ഓരോ മക്കളോടും വിളിച്ചു പറയുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നമ്മളോടൊക്കെ പറയുന്നുണ്ട്. നമ്മളൊക്കെ അശ്രദ്ധരൻ. അതുകൊണ്ട് ദിവസങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു പോകുമ്പോൾ നിന്റെ ആയുസ്സിൽ നിന്ന് ഓരോ ഡേറ്റ് കൊഴിയുന്നു എന്ന് നീ മനസ്സിലാക്കിക്കോ. നിന്റെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്മയിലേക്ക് മുന്നേറിക്കോ. നിന്റെ നമസ്കാരം കൊണ്ട്, നിന്റെ നോമ്പ് കൊണ്ട്, നിന്റെ സക്കാത്ത് കൊണ്ട്, നീ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടി നിയ്യത്ത് വെച്ചോ. നിന്റെ നാട്ടിലുള്ളതാകുന്ന പട്ടിണി പാവങ്ങളെ സംരക്ഷിക്കാൻ നീ നിയ്യത്ത് വെച്ചോ. വിധവകൾക്ക് അത്താണിയായി വർത്തിക്കാൻ നീ നിയ്യത്ത് വെച്ചോ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം അണുവിടെ ചലിക്കാതെ നിലകൊള്ളാൻ നിയ്യത്ത് വെച്ചുകൊണ്ട് നീ മുന്നേറിക്കോ. കാരണം നിനക്കിതാ നിന്റെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീരുമിത്, എന്തായാലും നമ്മൾ മരിക്കും, ഉറപ്പാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായിയോട് പറയുകയാണ്. മുത്തബിഉ സുന്നയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു ഉമർ, അല്ലയോ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകനെ, ഇദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ വഇദാ അംസൈത ഫലാ തന്തളിരി സബാഹ്. അല്ലയോ ഇബ്നു ഉമറേ, പ്രഭാതമായാൽ നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. നിന്നിലേക്ക് സൂര്യൻ്റെതാകുന്ന അരുണോദയ കിരണങ്ങൾ കടന്നു വന്നാൽ വൈകുന്നേരം വരെ ഞാൻ ജീവിക്കുമെന്ന് നീ കരുതരുതേ ഇബ്നു ഉമറേ. കൊച്ചുകുട്ടിയാകുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന വചനമാണ്. മരണത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. ഭീമാ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ആരാണിത് ചിന്തിക്കുന്നത്? നേരം പുലരുമ്പോ പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഭീമാ പള്ളിയിലുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളെ, കടലിന്റെ ആഴിയിലേക്ക് പോയി മത്സ്യത്തെ കരകയറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നതാ യുവാക്കളില്ലയോ, ചെറുപ്പക്കാരില്ലയോ? ആരാണ് ഇതിനെ പറ്റി ചിന്തിക്കുന്നത്? ആരാണ് സഹോദര മരണത്തെ പറ്റി ചിന്തിക്കുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പ്രഭാതമായാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല, വൈകുന്നേരം വരെ നീ ജീവിക്കുമെന്ന് നീ കരുതേണ്ടതില്ല. വൈദാ അംസൈത ഫലാ തന്തളിരി വൈകുന്നേരമായാൽ പ്രദോഷമായാൽ പ്രഭാതത്തെയും പ്രതീക്ഷിക്കേണ്ടതില്ല, അതിനു മുമ്പായി നീ മരണപ്പെട്ടേക്കാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രയോ ആളുകളുണ്ട് കടലിന്റെ ആഴിയിലേക്ക് മത്സ്യബന്ധനത്തിന് പോയതാകുന്ന എത്രയോ കുടുംബാദികൾ, ഈ സദസ്സിലുള്ള എത്രയോ ചെറുപ്പക്കാരില്ലയോ? അവരുടെ വാപ്പയെ ഓർക്കുകയാണ്, ഒരു വേള അവരുടെ പ്രിയപ്പെട്ട സഹോദരനെ ഓർക്കുകയാണ്. കടലിലേക്ക് കപ്പലുമായി പോയവരാണ്, ബോട്ടിൽ
ബോട്ടിൽ പോയവനാണ്, വള്ളത്തിൽ സഞ്ചരിച്ചവനാണ്, തിരിച്ചു വന്നിട്ടില്ല. എത്രയോ ഉപ്പമാരുടെ അവസ്ഥ നിലക്കാണ്. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എത്രയോ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാര്, എത്രയോ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാര് രാത്രിയുടെ യാമങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം പ്രിയതമനോടൊപ്പം ഉറങ്ങിക്കിടന്നതാണ്. നേരം വെളുക്കുമ്പോൾ ഭർത്താവ് വിളിച്ചിട്ട് എഴുന്നേൽക്കാൻ സാധ്യമാകുന്നില്ല. ഭാര്യ ചെന്നുകൊണ്ട് ഭർത്താവിനെ വിളിക്കുന്നു, ആക്കാ നമസ്കരിക്കാ പള്ളിയിലേക്ക് പോകുന്നില്ലയോ? ഇതാ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തേ പള്ളിയിലേക്ക് പോകാത്തത്? പൂന്തറ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ടുണ്ട്, ഇതാ ഭീമാ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ടുണ്ട്, നമസ്കരിക്കാൻ വേണ്ടി എന്തേ പള്ളിയിലേക്ക് പോകാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഇതാ ഭർത്താവിനെ വിളിക്കുമ്പോ ഭർത്താവ് അനങ്ങുന്നില്ല. ഭർത്താവ് മരണപ്പെട്ട് കിടക്കുകയാണ്. ഭാര്യ അറിയുന്നില്ല. നമസ്കരിക്കാൻ വിളിച്ചിട്ട് അനക്കമില്ല. കോഫി കൊണ്ടുവന്ന് തട്ടി വിളിക്കുന്ന ഭർത്താവ് അനക്കമില്ല. ചലനമറ്റ് കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടുകൊണ്ട് അന്താളിച്ചു നിൽക്കുന്ന ഭാര്യ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം ഒന്ന് പഠിക്കണേ. വൈദാ അംസൈത ഫലാ തന്തളിരി സ്വബാ. നമസ്കാരത്തിന്റെ സുന്നത്തുകൾ മാത്രമല്ല, ജീവിതത്തിൽ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുഴുവനും പരിപൂർണമായ ഹയാത്താക്കിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാകുന്ന അബ്ദുള്ളയോട് റസൂലുള്ള പറയുകയാ, പൊന്നുമോനെ, പ്രഭാതമായാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല, വൈകുന്നേരമായാൽ പ്രഭാതത്തെയും പ്രതീക്ഷിക്കേണ്ടതില്ല. ഏത് സമയത്തും ഏത് സെക്കൻഡിലും നിന്നിലേക്ക് അസറായിൽ കടന്നു വന്നുകൊണ്ട് നിന്റെ ശരീരത്തിൽ ആത്മാവിനെ ഊരിയെടുക്കാമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും മരിക്കാം. ഈ ഒരു ബോധം വേണം നമുക്ക്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമുക്ക് ഖബറിനെ കുറിച്ച് ബോധം വേണം. ഈ ഭീമാപള്ളിയുടെ പരിസരത്ത്, ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെക്കാൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് വിശ്വാസികളെക്കാൾ ആറടി മണ്ണിന്റെ ഇരുട്ടറയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വസിക്കുന്നത് എന്നുള്ള ബോധം മുസ്ലിമിനുണ്ടാകണം. ആ ബോധം നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയി. അവിടെയാണ് വിഷയം. ഖബറിൽ ആളുണ്ട് എന്നുള്ള വിശ്വാസം ഇന്ന് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ആ ഖബറിന്റെ ഭൂമുഖത്ത് കാണിക്കുന്ന തെമ്മാടിക്കരങ്ങൾക്കും പേക്കൂത്തുകൾക്കും മുസ്ലിം എന്ന് മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ടാണ് അവൻ എല്ലാ പേക്കൂത്തുകൾക്കും അടിമപ്പെടുന്നത്. ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോകുമെന്നുള്ള വിശ്വാസം മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ വെറുതെ പറയുന്നതല്ല. എന്തേ നമുക്ക് ജുമാഅയ്ക്കുള്ള ആളുകൾ അസറിനില്ലാതെ പോകുന്നത്? എന്തേ ജുമാഅയ്ക്കുള്ള ആളുകൾ മഗ്രിബ് നമസ്കാരത്തിനില്ലാതെ പോകുന്നത്? എന്തേ ജുമാ നമസ്കാരത്തിനുള്ള ആളുകൾ ഇശാഇനും സുബഹിക്കുമില്ലാതെ പോകുന്നത്? മറ്റു വഖത്തുകൾ എന്തേ നമുക്ക് ഫർളല്ലേ, നിർബന്ധമല്ലേ? നമസ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല, ഗൗരവത്തിൽ കാണുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. അത്തരത്തിലുള്ള ആളുകൾക്കുള്ള അദാബ്, ഖബറിൽ നടക്കുന്നവരുടെ ശിക്ഷകൾ, അത്ഭുതമാക്കപ്പെട്ട ശിക്ഷകൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്താണ് ഖബറിൽ ഒരു മനുഷ്യരെ കൊണ്ടുപോയി വെച്ചാൽ ഖബറിൽ ആദ്യം നടക്കുന്ന അത്ഭുത പ്രതിഭാസം എന്താണ്? ഖബറിൽ ആദ്യം നടക്കുന്ന സംഭവം എന്താണ്? പഠിച്ചു വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബ്റഹു. ഒരു മനുഷ്യൻ അവനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ഖബറിൽ ആദ്യമായി അവൻ അഭിമുഖീകരിക്കുന്ന വിഷയം ഏതാണ്? ആദ്യമായി കണ്ടുമുട്ടുന്ന പ്രതിഭാസം എന്താണ്? ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുന്ന പ്രതിഭാസം എന്താണ്? എന്താണ് ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുക? ആരോടാണ് ചോദിക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി. ആരാണ് ചോദിക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഉറക്കെ പറയിൻ. ആ സ്വഹാബിയാണ്. കൊച്ചാപ്പാടെ പേര് കേട്ട പോലെ അനങ്ങാതിരിക്കേണ്ട, ഉറക്കെ പറയും.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവരെ കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് പറയണം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഓദിക്കാറുണ്ടായിരുന്നു. ഹദീസിൽ കാണാം. എന്നിട്ട് പരിശുദ്ധ പ്രവാചകൻ ഇങ്ങനെ കരയും. സുബ്ഹാനല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓത്തുകേട്ടുകൊണ്ട് فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസായിലെ 41-ാമത്തെ വചനമാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് വിശുദ്ധമായ ഖുർആൻ ഓതാൻ ആവശ്യപ്പെടുകയാണ്. മനോഹരമായ ശബ്ദത്തിൽ സൂറത്തുൻ നിസാ പാരായണം ചെയ്തുകൊണ്ടിരിക്കവേ 41-ാമത്തെ ഈ ആയത്ത് എത്തിയപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആദരവായ പ്രവാചകരിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഏങ്ങിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി നിലകൊള്ളുകയാണ്. കണ്ണുനീര് ധാരധാരയായി പൊഴിക്കുകയാണ്. കാരണം വല്ലാത്ത അർത്ഥമാണ് ആയത്തിനുള്ളത്, വല്ലാത്ത അർത്ഥമാണുള്ളത്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. 1,24,000 അംബിയാ മുർസലീങ്ങൾ അതത് സമുദായക്കാരുമായി നാളെ ഇതാ മഹ്ശറയിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിൽ വിചാരണയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോ ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാരുമായി മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ തങ്ങളുടെ സമുദായവുമായി കടന്നു വരുന്ന രംഗം നബിയേ നബിയേ തങ്ങളെന്ന് ഓർക്കണേ എന്ന അർത്ഥം വരുന്ന ആയത്തങ്ങ് കേട്ടപ്പോ ഫബകാ റസൂലുള്ളാഹ് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ ആവശ്യാനുസരണം ഇടയ്ക്കിടയ്ക്ക് ഓതിക്കൊടുത്ത മഹാനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി അദ്ദേഹത്തിൽ നിന്ന് ഓത്ത് കേൾക്കണമെങ്കിൽ അദ്ദേഹം ആളാരാണ് മനസ്സിലാക്കണം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. അല്ലേ അല്ലേ? ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധമായ ഖുർആൻ ആർക്കായി ഇറക്കപ്പെട്ടത്? നബി തങ്ങൾക്ക്. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. തന്റെ ദാസന്റെ കൈവശം വിശുദ്ധമായ ഖുർആൻ ഇറക്കിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ആരാണ് ഈ അബ്ദ്? ആരാണ് ഈ അബ്ദ്? മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം നടത്തിയതാകുന്ന അടിമയെ രാപ്രയാണം നടത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അബ്ദ്, ഇവിടെ അബ്ദ് എന്നാണ് പ്രയോഗിച്ചത്. ആരാണ് ഈ അബ്ദ്? മുഹമ്മദ് റസൂലുള്ളാഹി. ഈ അബ്ദ് ആരാണെന്നുള്ളത് നേരെ വ്യക്തമാക്കിയ ആയത്തുണ്ട്. ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. ഒരുപാട് ആയത്ത് ഇങ്ങനെ ഓതി നമ്മള് നമ്മുടെ വിഷയത്തിൽ നിന്ന് തന്നെ പോകും. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. തങ്ങളുടേതാകുന്ന നമസ്കാരത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ കുടൽമാല തോളിലിട്ടിക്കൊണ്ട് പ്രയാസപ്പെടുത്തിയതാകുന്ന മനുഷ്യനെ കാണുന്നില്ലയോ?
അടിമയുടെ നമസ്കാരത്തെ ബുദ്ധിമുട്ടിച്ചതാകുന്ന ആളിനെ കാണുന്നില്ലയോ? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയെ കാണുന്നില്ലയോ? യൻഹാ, അവൻ നിരോധിക്കുകയാണ്, അവൻ നമസ്കാരത്തിന് തടയിടുകയാണ്. അബ്ദൻ ഇദാ സ്വല്ലാ, ഒരടിമയെ. ആരാണ് ഈ അടിമ? ചരിത്രം വ്യക്തമാണ്. ആരാണിത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊന്നുമല്ല, നേരിട്ട് നബിതങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീല, നാം ഇറക്കി തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചു. വിശുദ്ധമായ ആയത്ത്. അപ്പൊ അതിലേക്ക് പോകുന്നില്ല, അത് ഒരുപാട് വേറെ വിഷയം അതുമായി പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കുക. ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ തിരിച്ചു വരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഈ വിഷയം തന്നെ പൂർത്തീകരിക്കാൻ തന്നെ ഭയപ്പെടുകയാണ്, സമയം തികയുമോ ഓർത്തിട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ മറ്റുള്ളതിലേക്ക് പോകുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു, ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഖബറിൽ ആദ്യമായി അഭിമുഖീകരിക്കുന്ന വിഷയം ഏതാണ്? ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുന്നതായ അവസ്ഥ എന്താണ്? ആദ്യമായി ഖബറിൽ കണ്ടുമുട്ടുന്ന അത്ഭുതം. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇബ്നു മസ്ഊദ് മാ സഅലനി അൻഹു ഇല്ലാ അൻത, ഈ ഒരു ചോദ്യം ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ ചോദിക്കുന്നത്, അത് നീയാണ്. നല്ല ചോദ്യമാണത്. നീയാണ് ആദ്യമായിട്ട് എന്നോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇതുവരെ ആരും എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അല്ല ചോദ്യം, ഖബറിൽ എന്താണ് ആദ്യമായി നേരിടുന്ന അവസ്ഥ എന്താണ്? എല്ലാവരും ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ അവൻ ആദ്യം അഭിമുഖീകരിക്കുന്ന വിഷയം എന്താണ്? ആദ്യം കണ്ടുമുട്ടുന്നത് ആരെയാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ പറയുന്ന സംഭവം, ഇതേ ചോദ്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എടുത്തുദ്ധരിച്ചത് ഈ സംഭവമാണ്, ഈ ഹദീസാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഫതാവൽ ഹദീസയിൽ 19-ാമത്തെ പേജിൽ കിടപ്പുണ്ട്. മറുപടി കൊടുത്തത് ഫതാവൽ ഹദീസിലുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിനോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടിക്കാണ് ഫതാവൽ ഹദീസിയ. അതിലെ 19-ാമത്തെ പേജിൽ ഞാൻ ഈ പറയുന്ന ഹദീസുണ്ട്. മറുപടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മുഹു റൗമാൻ. ആദ്യമായി ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഖബറിൽ ആദ്യമായി കടന്നു വരുന്നത് റൗമാൻ എന്ന മലക്കാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദ്യമായി ഖബറിൽ വരുന്ന മലക്കിന്റെ പേര് എന്താണ്? റുമ്മാമ്പഴമല്ല, അതാണ് ആകെ അറിയാം നമുക്ക്. റൗമാൻ എന്ന മലക്കാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊക്കെ പഠിച്ചു വെച്ചോ, മനസ്സിലായിക്കോ. മുങ്കർ നക്കീർ അലൈഹിസ്സലാമുക്കൊക്കെ മുമ്പ് ആദ്യം വരുന്നത് ആര്? റൗമാൻ എന്ന മലക്കാണ് ഖബറിലേക്ക്. എന്തിനാണ് അദ്ദേഹം വരുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റൗമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് അവനോട് പറയുമത്രേ, യാ അബ്ദല്ലാഹ്, ഖബറിലേക്ക് 3 തുണി കഫൻ പുടവയുമായി ചെയ്യപ്പെട്ടതായ മനുഷ്യനെ ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിക്കൊണ്ട് ഇതാ റൗമാൻ എന്ന മലക്കവനോട് തുടങ്ങുകയാണ്. ഖബറിലേക്ക് ചെല്ലുമ്പോൾ തന്നെ തുടങ്ങുന്ന സംഭവമാണ്. മലക്കവനെ വിളിച്ചുണർത്തിക്കൊണ്ട് പറയുകയാണ്, യാ അബ്ദല്ലാഹ്, യാ അബ്ദല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ അടിമയേ, ദാസാ, നീ നിന്റെ സർവ അമലുകളും രേഖപ്പെടുത്തണേ. എല്ലാ അമലുകളും നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സർവ നന്മ തിന്മകളും വേഗം എഴുതിക്കോ എന്ന് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇരിക്കാനൊന്ന് സൗകര്യം ചെയ്ത് കൊടുക്കണേ. ഒന്ന് അടുത്തിരുന്നാല് കുറച്ചുപേരൊക്കെ അവിടെ നിൽക്കുന്നവരുണ്ട്, ഇരുന്നോളി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ ദൂരെ നിൽക്കുന്നവരൊക്കെ
സീറ്റ് വേണ്ടവർ കുറച്ച് പേര് വരും. അവിടെ കുറച്ച് സീറ്റുണ്ട്, മണലിൽ വരിയിരിക്കാം. അള്ളാഹു കബൂലാക്കട്ടെ. മണല് പറ്റുമെന്ന് ഓർത്തിട്ട് ബുദ്ധിമുട്ടാണോ? ഈ മണലിന് അടിയിലോട്ട് പോകാനുള്ളവരാണ് നമ്മൾ, അത് മനസ്സിലായിക്കോ. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും നമ്മൾ നിൽക്കണ്ട. ഇപ്പൊ നമ്മൾ നിന്നിട്ട് നമ്മുടെ ശരീരത്തിൽ അല്പം മണല് പറ്റുന്നു, പടച്ചവനെ എന്ന് പറഞ്ഞ് തട്ടിക്കളയണ്ട. നിന്നെ കബറിൽ കൊണ്ടുവച്ചിട്ട് നിന്റെ കുടുംബാദികൾ വന്ന് നിന്റെ കൈ ഇങ്ങനെ മണ്ണ് കോരിയെടുത്തിട്ട് നിന്റെ മുഖത്തിടുന്ന ഒരു ദിവസം വരും. സയ്യിദുനാ റസൂലുള്ളാഹി നിന്റെ തലഭാഗത്ത് കൊണ്ടുവന്ന് മിൻഹാ ഖലഖനാക്കും, ആദ്യത്തെ പിടി. രണ്ടാമത്തത് ഫീഹാ നുഈദുക്കും, നിന്റെ നെഞ്ചത്ത് നിന്റെ നടുഭാഗത്ത് കൊണ്ടുവന്നിടും. നിന്റെ കാലിന്റെ ഭാഗത്ത് ഫീഹാ നുഖ്രിജുക്കും താറത്തൻ നുഖറ, 3 പിടി മണ്ണ് കൊണ്ടുവന്ന് മുഖത്തിടും. മനസ്സിലാക്കി? അങ്ങനത്തെ ഒരു ഘട്ടം വരും. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്ത് പോലും ഇതേപോലെ കബറടക്കി ഇട്ടിട്ടില്ലേ? അതിനപ്പുറത്തേക്ക് എന്താണ്? ചിന്തിച്ചോ? അതുകൊണ്ട് മണ്ണല് പറ്റുമെന്നൊന്നും ഓർത്ത് വിഷമിക്കണ്ട. കുറച്ചേരം ഇരിക്കുന്ന അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബിമാ ഉമ്മയുടെ ചാരത്താണ്. ഷഹീദ് മാഹിയൻ അബൂബക്കർ വലിയുല്ലാഹിയുടെ സൗദത്തിലാണ്. അള്ളാഹുരുടെ തണൽ നമുക്ക്